നമസ്കാരം. ഈ കോവിഡ് കാലത്ത് കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഒരു വിവാഹ വാർത്തയുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെയും ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് മുഹമ്മദ് റിയാസിന്റെയും വിവാഹം. ഇന്ന് ന്യൂസ് ഇൻ ഡെപ്തിൽ ഈ വിഷയമാണ് പറയുന്നത്. ഭാര്യയെ തള്ളി പിണറായിയുടെ കോടീശ്വരിയായ മകളെ ജീവിത സഖിയാക്കാൻ ഒരുങ്ങുന്ന മുഹമ്മദ് റിയാസിന്റെ കഥ. പിണറായി വിജയൻ കമല ദമ്പതികൾക്ക് 2 മക്കൾ, വീണ വിജയനും വിവേക് കിരണും. രണ്ടുപേരും രാഷ്ട്രീയത്തിലില്ല. വീണ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ബംഗളൂരു ആസ്ഥാനമായ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി നടത്തുകയായിരുന്നു വീണ. അതിനു മുൻപ് പ്രമുഖ വ്യവസായി രവി പിള്ളയുടെ ഉടമസ്ഥതയിലുള്ള RP ടെക്സോഫ്റ്റിന്റെ CEO-യായിട്ടും പ്രവർത്തിച്ചിരുന്നു. മകൾ വീണ വിജയൻ രണ്ടാമതും ഇപ്പോൾ വിവാഹത്തിനൊരുങ്ങുകയാണ്. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസാണ് വരൻ. ഈ മാസം 15-ാം തീയതിയാണ് വിവാഹം. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുക്കുന്ന ചടങ്ങായിരിക്കും അത്. നേരത്തെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹ രജിസ്ട്രേഷൻ കഴിഞ്ഞതാണ്. 15-ന് തിരുവനന്തപുരത്ത് വെച്ചാകും വിവാഹം എന്നാണ് വിവരം. മാർച്ചിലായിരുന്നു വിവാഹം തീരുമാനിച്ചിരുന്നത്. ലോക്ക്ഡൌൺ കാരണം വിവാഹം നടന്നില്ല. മേയിൽ ഇവർ തിരുവനന്തപുരം രജിസ്റ്റർ ഓഫീസ് വഴി ഓൺലൈനിൽ ഒപ്പിട്ട് നൽകിയിരുന്നു. ഈ 15-ന് ഇവർ രജിസ്റ്റർ ഓഫീസിൽ പോയി സർട്ടിഫിക്കറ്റ് വാങ്ങും. ബംഗളൂരു ആസ്ഥാനമായ IT കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഡയറക്ടറാണ് വീണ. മുൻപ് വിവാഹം കഴിച്ചിരുന്ന ശ്രീകാര്യം സ്വദേശി സുനീഷുമായുള്ള വിവാഹബന്ധം വീണ വേർപ്പെടുത്തിയിരുന്നു. വീണയ്ക്ക് ഒരു കുട്ടിയുണ്ട്. വീണയ്ക്കൊപ്പമാണ് കുട്ടി കഴിയുന്നത്. പിണറായി വിജയന്റെയും കമല വിജയന്റെയും ഇളയ മകളാണ് വീണ. കേരളം സ്വാശ്രയ കോളേജ് വിരുദ്ധ സമരത്തിൽ കത്തി നിൽക്കുന്ന കാലത്ത് കോയമ്പത്തൂർ അമൃത വിശ്വവിദ്യാപീഠത്തിൽ ചേർന്ന് വീണ പഠിച്ചത് വലിയ വിവാദമായിരുന്നു. വലിയ വാർത്താ പ്രാധാന്യവും നേടിയിരുന്നു. കോവിഡിനിടയിൽ കേരളത്തിൽ വലിയ ചർച്ചകൾക്കിടയാക്കിയ സ്പ്രിംഗ്ലർ വിവാദത്തിലും വീണയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു ഉയർന്നു കേട്ടത്. വീണയുടെ കമ്പനിയാണ് കരാറിന് ഇടനിന്നത് എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം. കർക്കശക്കാരനായ മുഖ്യമന്ത്രി പിണറായി വിജയനിലെ കരുതലേറെയുള്ള പിതാവിനെ കുറിച്ച് കേരളത്തോട് സംസാരിച്ചത് വീണ തന്നെയാണ്. മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ചുമതലയേറ്റ ശേഷം മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു അഭിമുഖത്തിലായിരുന്നു നിത്യവും ഫോൺ ചെയ്ത് പഠിക്കാനായി നേരത്തെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന അച്ഛനെക്കുറിച്ച് വീണ വാചാലയായത്. അച്ഛനെ എല്ലാ പിറന്നാളിനും വെളുത്ത മുണ്ടും ഷർട്ടും സമ്മാനിക്കുന്ന മകൾ. പിണറായിയുടെ രജനീകാന്ത് ആരാധനയെക്കുറിച്ചും വെളിപ്പെടുത്തിയത് വീണ തന്നെയാണ്. ഏത് പ്രതിസന്ധിയും കരുത്തോടെ നേരിടുന്ന, വീട്ടുകാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കുന്ന സ്നേഹനിധിയായ അച്ഛനാണ് വീണയ്ക്ക് പിണറായി. മുഹമ്മദ് റിയാസിന്റെയും 2ാം വിവാഹം തന്നെയാണിത്. പട്ടാമ്പി സ്വദേശിയായ ഡോക്ടർ സമീഹ സെയ്തലവിയെയാണ് മുഹമ്മദ് റിയാസ് ആദ്യം വിവാഹം ചെയ്തത്. ഈ വിവാഹബന്ധം റിയാസും വേർപ്പെടുത്തിയിട്ടുള്ളതാണ്. 2 വർഷമായി വീണയും റിയാസും തമ്മിൽ അടുപ്പമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇവർ തമ്മിൽ ഗൗരവമായ അടുപ്പം രൂപപ്പെട്ടതിനെ തുടർന്നാണ് വിവാഹബന്ധത്തിനുള്ള ആലോചനകൾ തുടങ്ങിയത്. സമയമാകുമ്പോൾ എല്ലാവരെയും ഇക്കാര്യം അറിയിക്കുമെന്നായിരുന്നു മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളോട് പറഞ്ഞത്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന നേതാവ് കൂടിയാണ് മുഹമ്മദ് റിയാസ്. 2009 കോഴിക്കോട് ലോക്സഭാ സീറ്റിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിരുന്നു. ഏറെ കാലം നീണ്ടുനിന്ന പ്രണയത്തിനൊടുവിൽ 2002 മുഹമ്മദ് റിയാസിന്റെ ആദ്യ വിവാഹം. ഡോക്ടറായിരുന്ന സമീഹയായിരുന്നു ഭാര്യ. ഈ ബന്ധത്തിൽ 2 കുട്ടികളുണ്ട്. പിന്നീട് 2016 വിവാഹമോചനം നേടി. വീണയും വിവാഹബന്ധം വേർപ്പെടുത്തിയിട്ടുണ്ട്. ചാനൽ ചർച്ചകളിലെ സജീവ മുഖമായ മുഹമ്മദ് റിയാസ് IPS ഉദ്യോഗസ്ഥനായിരുന്ന PM അബ്ദുൽ ഖാദറിന്റെ മകൻ കൂടിയാണ്. അഭിഭാഷകനാണ്. കോഴിക്കോട് സ്വദേശിയായ റിയാസ് സെന്റ് ജോസഫ് ബോയ്സ് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ SFIയിലെ സജീവ അംഗവുമായിരുന്നു. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ SFI യൂണിറ്റ് പ്രസിഡന്റുമായിരുന്നു. കോഴിക്കോട് ഫാറൂഖ് കോളേജിൽ SFIയുടെ സംഘടനാ രംഗത്ത് റിയാസ് എന്ന പേര് ഉയരുന്ന അതേ കാലത്ത് നഗരത്തിലെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറായിരുന്നു അബ്ദുൽ ഖാദർ. SFI പോലീസ് സംഘടനകളിൽ നിന്ന് മാറി നിൽക്കാൻ റിയാസിന് പക്ഷേ അതൊരു തടസ്സമായിരുന്നില്ല. വിപ്ലവ വീര്യം തലയ്ക്ക് പിടിച്ച ആ നേതാവ് പലതവണ പോലീസ് ലാത്തിയുടെ ചൂടറിഞ്ഞിട്ടുമുണ്ട്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിയ വ്യക്തി കൂടിയാണ് റിയാസ്. പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തതിനെ തുടർന്ന് മഹാരാഷ്ട്രയിലും ഡൽഹിയിലും വെച്ച്
റിയാസ് അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. SFIയിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ PA മുഹമ്മദ് റിയാസ് 2009 കോഴിക്കോട് നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചു. MK രാഘവനായിരുന്നു മുഹമ്മദ് റിയാസിനെ പരാജയപ്പെടുത്തിയത്. 2017 DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് ആകുന്നത്. DYFI കോട്ടൂളി യൂണിറ്റ് സെക്രട്ടറിയായിട്ടാണ് യുവജന പ്രസ്ഥാനത്തിൽ എത്തുന്നത്. 2016 അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയുമായി. വീണ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. നിലവിൽ ബംഗളൂരു ആസ്ഥാനമായ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി നടത്തുന്ന വീണ 8 വർഷത്തോളം ഒറാക്കിളിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അതിനു മുൻപാണ് പ്രമുഖ വ്യവസായി രവി പിള്ളയുടെ ഉടമസ്ഥതയിലുള്ള RP ടെക് സോഫ്റ്റിന്റെ CEO-യായി വീണ പ്രവർത്തിച്ചത്. രണ്ടായിരത്തി 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലം. മണ്ഡല പുനർനിർണയം കഴിഞ്ഞ് ബേപ്പൂർ, കുന്നമംഗലം എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടതോടുകൂടി കോഴിക്കോട് ലോക്സഭാ സീറ്റ് രാഷ്ട്രീയമായി CPM-ന് വ്യക്തമായ മേൽക്കൈയുള്ള കാലം. അതുകൊണ്ട് തന്നെ LDF-ൽ ജനതാദൾ സെക്യുലർ നേതാവ് MP വീരേന്ദ്രകുമാറിന് കൊടുത്തിരുന്ന സീറ്റ് പിടിച്ചെടുത്ത് CPM സ്ഥാനാർത്ഥിയെ തന്നെ ഇവിടെ മത്സരിപ്പിക്കാനും അവർ തീരുമാനിച്ചു. ഇതിൽ പ്രതിഷേധിച്ചാണ് വീരേന്ദ്രകുമാറും കൂട്ടരുമെന്ന് ഇടതുമുന്നണി വിട്ടത്. CPM അന്ന് മത്സരിപ്പിക്കാനായി രംഗത്തിറക്കിയതാകട്ടെ DYFI ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസിനെയായിരുന്നു. അന്ന് പാർട്ടി അണികൾക്ക് അത്ര സുപരിചിതനായിരുന്നില്ല റിയാസ്. CPM-ൽ VS പിണറായി വിഭാഗീയത കത്തി നിൽക്കുന്ന കാലം. മുഹമ്മദ് റിയാസ് വിവാദ വ്യവസായി ഫാരിസ് അബൂബക്കറിന്റെ ബന്ധുവാണ് എന്ന് ചാനൽ ചർച്ചയിൽ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ പ്രഖ്യാപിക്കുന്നു. കോഴിക്കോട് സീറ്റിന് CPM കോഴ വാങ്ങിയെന്നും ഇത് പേയ്മെന്റ് സീറ്റ് ആണ് എന്നുമാണ് അതോടുകൂടി പ്രചാരണം മുറുകിയത്. ഈ വിഷമവൃത്തത്തിൽ നിൽക്കവെയാണ് അന്ന് സംസ്ഥാന സെക്രട്ടറിയായിരുന്ന പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കോഴിക്കോടേക്ക് വന്നത്. മുതലക്കുളം മൈതാനിയിൽ തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തെ നോക്കി പിണറായി വിജയൻ ആഞ്ഞടിച്ചു. ഞങ്ങളെക്കുറിച്ച് എന്തും പറയാമെന്ന ധാരണ ആർക്കും വേണ്ട. കോഴിക്കോട് സീറ്റ് പേയ്മെന്റ് സീറ്റാണ് എന്നൊക്കെ പറയുന്നവർ ഈ പാർട്ടി എങ്ങനെയാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് എന്ന് ആദ്യം പഠിക്കണം. കോൺഗ്രസിലെ പോലെ ഏതെങ്കിലും ഒരു നേതാവിന് കാശ് കൊടുത്താൽ കിട്ടുന്നതല്ല ഞങ്ങളുടെ പാർട്ടിയുടെ ടിക്കറ്റ്. അതിന് കേന്ദ്ര കമ്മിറ്റി മുതൽ ജില്ലാ കമ്മിറ്റി വരെയുള്ള ഒരു നീണ്ട പ്രോസസ് തന്നെ നടക്കാനുണ്ട്. യുവാക്കൾക്കും ന്യൂനപക്ഷങ്ങൾക്കും കൂടുതൽ അവസരം കൊടുക്കുക എന്ന പാർട്ടി നയത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ മുഹമ്മദ് റിയാസിനെ മത്സരിപ്പിക്കുന്നത്. നല്ല ഭാവിയാണ് ഈ ചെറുപ്പക്കാരന് ഞങ്ങൾ കാണുന്നത് എന്നായിരുന്നു അന്ന് പിണറായി വിജയൻ പറഞ്ഞത്. ആ വാക്കുകൾ കേട്ട ഉടനെ ഉണ്ടായ കൂട്ട കയ്യടി കേട്ടപ്പോഴാണ് റിയാസിന്റെ സുഹൃത്തുക്കൾക്ക് ആശങ്ക ഒഴിഞ്ഞത്. പിണറായിയുടെ പ്രവചനം സത്യവുമായി. UDF തരംഗം ആഞ്ഞടിച്ച ആ തെരഞ്ഞെടുപ്പിൽ UDF-ലെ MK രാഘവനോട് വെറും 1000-ഓളം വോട്ടുകൾക്ക് അടിയറവ് പറഞ്ഞുവെങ്കിലും ചിട്ടയായ പ്രവർത്തനത്തിലൂടെ DYFI-യുടെ അഖിലേന്ത്യാ നേതാവ് വരെയായി മുഹമ്മദ് റിയാസ്. ആ ഉയർച്ചയ്ക്ക് പിന്നിൽ പിണറായി വിജയൻ എന്ന ഗോഡ്ഫാദർ തന്നെയായിരുന്നു. ഇപ്പോൾ ചാനൽ ചർച്ചകളിലെ CPM-ന്റെ മുഖമാണ് റിയാസ്. കടുത്ത വിമർശകനായിരുന്നു അഡ്വക്കേറ്റ് ജയശങ്കറിന് പോലും റിയാസിനെ കുറിച്ചുള്ള നിലപാട് മാറ്റേണ്ടിയും വന്നു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂർ പോലുള്ള ഒരു സീറ്റാണ് പാർട്ടി റിയാസിന് വേണ്ടി കണ്ടുവച്ചിരിക്കുന്നത് എന്നാണ് അറിയുന്നത്. അന്ന് പിണറായി കൈപിടിച്ചുയർത്തിയ യുവ നേതാവ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മരുമകനായി എന്നത് കാലം കാത്തുവച്ച മറ്റൊരു കൗതുകം. പിണറായി വിജയന്റെ മകൾ വീണയുമായുള്ള റിയാസിന്റെ വിവാഹ രജിസ്ട്രേഷൻ കഴിഞ്ഞിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഏറ്റവും അധികം ചർച്ചയാക്കുന്നത് പിണറായി വിജയന്റെ ആ ഗോഡ്ഫാദർ പ്രസംഗത്തെക്കുറിച്ച് തന്നെയാണ്. എന്തായാലും കുപ്രചാരണങ്ങളെ അതിജീവിച്ച് നീങ്ങിയ വ്യക്തിത്വം തന്നെയാണ് മുഹമ്മദ് റിയാസ്. തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരുന്നു: ഈ ഫാരിസ് അബൂബക്കർ എന്ന മനുഷ്യനെ ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. നിങ്ങൾ ഒക്കെ കൂടി എൻ്റെ അമ്മാവനാക്കിയ അയാളെ കണ്ടാൽ ഒന്ന് അന്വേഷണം പറഞ്ഞേക്കണം. നട്ടാൽ മുളയ്ക്കാത്ത നുണകളാണ് ഒരു കാലത്ത് തനിക്കെതിരെ പ്രചരിപ്പിച്ചത് എന്ന് റിയാസ് എപ്പോഴും പറയും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും ബിസിനസ് കോർപ്പറേറ്റും IT സ്ഥാപന ഉടമയുമായ വീണ വിജയനും DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് മുഹമ്മദ് റിയാസുമായുള്ള വിവാഹ നിശ്ചയത്തിന് പിന്നാലെ മുഹമ്മദ് റിയാസ് ആദ്യ ഭാര്യയെ ക്രൂരമായി പീഡിപ്പിച്ച വിവരങ്ങളാണ് വീണ്ടും ചർച്ചയാകുന്നത്. 2015 കേസാണ് വീണ്ടും സോഷ്യൽ മീഡിയയിൽ പൊടിതട്ടിയെടുത്തിരിക്കുന്നത്. റിയാസിനെതിരെ മുൻ ഭാര്യ ഡോക്ടർ സമീഹ സെയ്തലവി നൽകിയ ഗാർഹിക പീഡന പരാതിയാണ് വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. ഈ പരാതിയിൽ കോഴിക്കോട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജഡ്ജിയായിരുന്ന MN സാബു റിയാസിന് നോട്ടീസ് അയക്കുകയും ചെയ്തു.
ഭർത്താവിൽ നിന്നും ഗാർഹിക പീഡനമുള്ളതായും മക്കളുടെ ചെലവിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നില്ല എന്നും ചൂണ്ടിക്കാട്ടിയാണ് റിയാസിന്റെ മുൻ ഭാര്യയുടെ പരാതി എന്നെത്തിയത്. ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കപ്പെട്ടത്. ഏറെ നാളായി സമീഹയ്ക്ക് പരാതി ഉണ്ടായിരുന്നുവെങ്കിലും കടുത്ത സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് സമീഹ കോടതിയെ സമീപിച്ചത്. തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നതായും മർദ്ദിക്കുന്നതായും പരാതിയിൽ പറഞ്ഞിരുന്നു. ഭാര്യ സമീഹ പോലീസ് പ്രൊട്ടക്ഷൻ നൽകണമെന്നും ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇതേ തുടർന്ന് യുവതിക്ക് ആവശ്യമായ സംരക്ഷണം നൽകാനും ആവശ്യമുള്ളപ്പോൾ പോലീസ് പ്രൊട്ടക്ഷൻ നൽകാനുമായിരുന്നു പിന്നീട് കോടതി ഉത്തരവിട്ടത്. ഇതാണിപ്പോൾ ചർച്ചയാകുന്നത്. റിയാസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയായിരുന്നു SFI മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ ഡോക്ടർ സമീഹ ഉന്നയിച്ചത്. 2004 മുതലാണ് കാര്യമായ പീഡനം ആരംഭിച്ചത് എന്നാണ് പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഇടയ്ക്കിടെ ചുമരിൽ ചാരി നിർത്തി മർദ്ദിക്കും, മർദ്ദനമേറ്റ് മൂത്ര തടസ്സം വരെ ഉണ്ടായിട്ടുണ്ട് എന്ന് പരാതിയിൽ പറഞ്ഞിരുന്നു. കൂടാതെ സ്വർണം മുഴുവൻ കൈക്കലാക്കി, 50 രൂപ നൽകിയാൽ പാളയത്ത് പെണ്ണുങ്ങളെ കിട്ടുമെന്നുവരെ പറഞ്ഞ് ആക്ഷേപിച്ചിട്ടുണ്ട് എന്നാണ് സമീഹ തന്റെ പരാതിയിൽ പറഞ്ഞിരുന്നത്. പീഡനം നിത്യസംഭവമായതോടുകൂടി ആത്മഹത്യ ചെയ്യാൻ വരെ തീരുമാനിച്ചു. മക്കളെ വീട്ടിൽ നിർത്തി ഒഴിഞ്ഞു പൊയ്ക്കൊള്ളാനാണ് ഭർത്താവ് റിയാസ് പറഞ്ഞിരുന്നത് എന്നും പരാതിയിൽ പറയുന്നുണ്ടായിരുന്നു. SFI സംസ്ഥാന കമ്മിറ്റി അംഗമായിരിക്കെയാണ് ജില്ലാ കമ്മിറ്റി അംഗമായ റിയാസിനെ പരിചയപ്പെടുന്നത്. രാഷ്ട്രീയം ഉപേക്ഷിച്ചാൽ മാത്രമേ വിവാഹത്തിന് സമ്മതിക്കൂ എന്നായിരുന്നു റിയാസിന്റെ കുടുംബത്തിന്റെ നിലപാട്. 2002 മെയ് 27 പട്ടാമ്പി കൊപ്പം ജുമാഅത്ത് പള്ളിയിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത്. 70 പവൻ സ്വർണമാണ് നൽകിയത്. 10 പവൻ മെഹ്റായും നൽകി. സ്വർണം വേണ്ട എന്നാണ് റിയാസിന്റെ വീട്ടുകാർ ആദ്യം പറഞ്ഞത്. എന്നാൽ വിവാഹത്തിന് ശേഷം വീട്ടുകാർ പൊന്നിന്റെയും പണത്തിന്റെയും കാര്യത്തിൽ വാശി പിടിച്ചു തുടങ്ങിയെന്നും പരാതിയിൽ ഭാര്യ ആരോപിച്ചിരുന്നു. തടി കൂടുതലാണ് എന്നും ഉയരം കുറവാണ് എന്നും പറഞ്ഞ് ആക്ഷേപിക്കുക പോലും ചെയ്തു. MBBS പൂർത്തിയാക്കിയ ആളായിട്ട് പോലും പ്രാക്ടീസിന് അനുവദിച്ചില്ല. TV കാണാനോ സുഹൃത്തുക്കളെ ഒന്ന് കാണാനോ പോലും അനുവദിച്ചിരുന്നില്ല. വീട്ടിലുണ്ടായിരുന്ന CD പ്ലെയർ വരെ എടുത്തു മാറ്റി. തന്റെയും മക്കളുടെയും പേര് പോലും റേഷൻ കാർഡിൽ ചേർത്തിരുന്നില്ല എന്നും പരാതിയിൽ പറഞ്ഞിരുന്നു. മാസങ്ങളായി അകന്ന് താമസിക്കുകയായിരുന്ന റിയാസും സമീഹയും തമ്മിലുള്ള പ്രശ്നം രൂക്ഷമായത് പിന്നീടാണ്. പ്രശ്നപരിഹാരത്തിന് സമീഹ ശ്രമം നടത്തിയിരുന്നെങ്കിലും തന്റെ മേലിലുള്ള ഭീഷണിയും ഉപദ്രവവും തുടരുകയായിരുന്നു റിയാസ്. ഇതേ തുടർന്ന് നിയമ നടപടിക്ക് ഒരുങ്ങുകയായിരുന്നു പിന്നീട് ഭാര്യ സമീഹ. നിയമപരമായി അവർ ബന്ധം ഒഴിയുന്നതിന് മുൻപ് തന്നെ മനസ്സുകൊണ്ട് അകന്നിരുന്നു. മാസങ്ങളോളം അവർ അകന്നു താമസിച്ചു. റിയാസും സമീഹയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അങ്ങനെ രൂക്ഷവുമായി. പ്രശ്നപരിഹാരത്തിന് സമീഹ ഇടപെടൽ നടത്തിയെങ്കിലും ഉപദ്രവം തുടർന്നാണ് നിയമ നടപടിക്ക് സമീഹ മുന്നിട്ടിറങ്ങിയത്. മാസങ്ങളോളം മുഹമ്മദ് റിയാസിന്റെ മലാപ്പറമ്പ് പുതുക്കുടി മേത്തലിലെ വീട്ടിൽ ഇവർ ഒരുമിച്ച ഉണ്ടായിരുന്നില്ല, അകന്നായിരുന്നു കഴിഞ്ഞിരുന്നത്. അത് നാട്ടുകാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. റിയാസിന്റെ വീട്ടിൽ നിന്നും അഭിപ്രായ ഭിന്നത രൂക്ഷമായതോടുകൂടി 2 കൈക്കുഞ്ഞുങ്ങളുമായി തന്റെ പാലക്കാട്ടുള്ള വീട്ടിലേക്ക് സമീഹ പോവുകയായിരുന്നു. പാലക്കാട് പുല്ലാശ്ശേരി സ്വദേശിയാണ് സമീഹ. വർഷങ്ങളായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന ഇവർ റിയാസുമായുള്ള പ്രശ്നം രൂക്ഷമായതോടുകൂടി ജോലി ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു. പിന്നീടാണ് ഗാർഹിക പീഡന പരാതി ഒത്തുതീർന്നത്. അതിന് പിന്നാലെ വിവാഹമോചനവും നേടി. വിവാഹമോചനത്തിന് മുഹമ്മദ് റിയാസ് സന്നദ്ധത അറിയിച്ചതോടുകൂടിയാണ് കേസ് സമീഹ പിൻവലിച്ചത്. മക്കളുടെ സംരക്ഷണം സമീഹ തന്നെ ഏറ്റെടുത്തു. ഇവർക്കൊപ്പം കഴിയുന്ന കുട്ടികളെ സന്ദർശിക്കാൻ റിയാസിനും കുടുംബാംഗങ്ങൾക്കും അനുവാദം നൽകുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് 5000 രൂപ വീതം 2 മക്കൾക്കും പ്രതിമാസം ജീവനാംശം മുഹമ്മദ് റിയാസ് നൽകണമെന്നും കോടതി വ്യവസ്ഥ വച്ചു. ഇതിനി വീണയുമായുള്ള വിവാഹം കഴിഞ്ഞാലും തുടരേണ്ടിയും വരും.